അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഇങ്ങനെ ഇന്ന റൂമിനെ നമ്മളെങ്ങനെ ഇങ്ങനെ ആക്കിയെടുത്തു എന്നുള്ള വീഡിയോ ആണിത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സഹായിച്ചിരുന്നു. അപ്പോൾ പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് കുറച്ചധികം പണിയുണ്ട്. അതായത് നമ്മുടെ സ്റ്റുഡിയോ, നമ്മുടെ റൂം ഒന്ന് സെറ്റപ്പ് ആക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോസ് കുറച്ച് മുമ്പ് കണ്ട ആൾക്കാർക്ക് അറിയാം, ഞാൻ മറ്റേ ബാക്കിൽ ലാപ്ടോപ്പ് അതുപോലെ മോണിറ്റർ അങ്ങനെ സ്ക്രീൻ പോലെ സംഭവം സെറ്റപ്പ് ചെയ്തിട്ട് ലൈറ്റൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് സ്റ്റുഡിയോ പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ മാറ്റിയപ്പോൾ നമ്മൾ വേറെ കുറച്ച് സാധനങ്ങൾ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് സ്റ്റുഡിയോ ഒന്ന് മൊത്തത്തിൽ സെറ്റപ്പ് ആക്കലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, അതായത് സാധനങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഈ ടേബിളിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ടേബിളിൽ അറേഞ്ച് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. വേണ്ട, ഇത് നമ്മുടെ ബെഡാണ്. ബെഡിൽ മൊത്തം സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. കുറേ നമ്മുടെ ലാപ്ടോപ്പ്, അതേപോലെ തന്നെ മോണിറ്റർ, അതേപോലെ തന്നെ കുറേ മോട്ടിവേഷണൽ കോട്ട്സ്, ഇതൊക്കെ നമ്മളിപ്പോൾ അടുത്ത് വാങ്ങിച്ച സംഭവങ്ങളാണ്. ലൈറ്റ്, അതേപോലെ തന്നെ നമ്മുടെ RC കാർ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ റൂമൊന്ന് സെറ്റപ്പ് ആക്കണം. അത്യാവശ്യം നല്ല രീതിയിലൊരു സ്റ്റുഡിയോ ലുക്ക് തോന്നുന്ന രീതിയിൽ നമ്മുടെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ അങ്ങനത്തെ ലുക്ക് തോന്നുന്ന രീതിയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇത് മൊത്തം അറേഞ്ച് ചെയ്യലും എന്തൊക്കെ സാധനങ്ങളുള്ളതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോയിൽ കിടക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തിൽ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ വിളിക്കുക. അങ്ങനെ വീഡിയോയിൽ പോകാം. ഞാൻ ജസ്റ്റ് ആദ്യം തന്നെ എന്തൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടേബിൾ അതാണ്, ആ ടേബിളിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു മോണിറ്റർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പും മോണിറ്ററായിട്ട് നമ്മുടെ HDMI വഴി കണക്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അത് നമ്മുടെ ഗോറില്ല പോഡാണ്. പിന്നെ നമ്മുടെ റിംഗ് ലൈറ്റ് അതൊക്കെ നമ്മൾ ബാക്കിൽ സെറ്റ് ചെയ്യും. അത് സ്പീക്കറാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ ബാറ്റ്മാൻ്റെ ചെറിയൊരു സംഭവമാണ്. നമ്മുടെ പണ്ടെങ്ങാണ്ട് ജെംസ് എന്താണ്ട് വാങ്ങിച്ചപ്പോൾ കിട്ടിയാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതാണ്. ഇത് നമ്മുടെ റിമോട്ടാണ്. ഇതാണ് നമ്മുടെ റിമോട്ട് കാർ. നമ്മുടെ G-Wagon പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓടിക്കുന്നതാണ്, എന്നാലും പക്ഷേ പൊടിയൊക്കെ നിറച്ചാൽ ആയിട്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇത് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. ഇത് നമ്മുടെ ഈ ഒരു സംഭവം, അതായത് മോട്ടിവേഷണൽ കോട്ട്സ് നമുക്ക് ചുമരുമ്മ തൂക്കാനുള്ളതാണ്. അപ്പോൾ ചുമരുമ്മ വയ്ക്കുമ്പോൾ നമുക്ക് ആണി അടിക്കേണ്ടി വരും. അപ്പോൾ ആണി അടിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആണി അടിക്ക് പകരം വാങ്ങിച്ച സംഭവമാണിത്. ഇത് നമുക്ക് നമ്മുടെ ചുമരുമ്മ ഒട്ടിച്ചതിന് ശേഷം അതും ഇത് തൂക്കിയിടാം, ഇങ്ങനെ ഹാങ് ചെയ്തിടാം. പിന്നെ അതുപോലെ ഇത് നമ്മളിപ്പോൾ വാങ്ങിച്ച സെൽഫി സ്റ്റിക്കാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇത് നമ്മുടെ ക്രിസ്റ്റൽ ലൈറ്റാണ്, RGB ക്രിസ്റ്റൽ ലൈറ്റാണ്. അത് അടിപൊളി സംഭവമാണ്. പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റത്തെ പഴയ ട്രൈപ്പോഡാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ മൊബൈലിൻ്റെ കവറുകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ബാക്കിൽ ഇങ്ങനെ ഭംഗിക്ക് വയ്ക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് ഈ ഒരു ലൈറ്റിൻ്റെ റിമോട്ടാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങളാണ് ഇപ്പോൾ തൽക്കാലം നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ബാക്ക്ഗ്രൗണ്ടിലൊന്ന് സെറ്റ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈം ലാപ്സ് പോലെ കാണിച്ചു തരാം. അപ്പോൾ അത് ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്, സാധനങ്ങളൊക്കെ വെറുതെ ജസ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ബാക്കിൽ ആ വാളിൻ്റെ ഫ്രെയിംസും കൂടി ആഡ് ചെയ്യാണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അത് ചെയ്ത് ആ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് അത് വെച്ചതിന് ശേഷമുള്ള ഒരു ലുക്ക് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ ഇത് ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം അതേപോലെ തന്നെ ബാക്കിൽ RGB ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മോണിറ്ററിലും ലാപ്ടോപ്പിലും എന്തെങ്കിലും പ്രത്യേകിച്ച് വീഡിയോ മൂവിങ് ആയിട്ടുള്ള വീഡിയോ എന്തെങ്കിലും സെറ്റ് ചെയ്തതിന് ശേഷം ടോട്ടൽ ഓവറോൾ ലുക്ക് അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിൽ നമ്മുടെ മോണിറ്റർ അതുപോലെ തന്നെ ലാപ്ടോപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിലായിട്ട് ഞാനിങ്ങനെ ഇരിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മോട്ടിവേഷണൽ കോട്ട്സ് രണ്ടെണ്ണം അവിടെ എവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രൈപോഡ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ RC കാറാണിത്, നമ്മുടെ G-Wagon RC കാർ നമ്മൾ ജസ്റ്റ് ഇവിടെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ കവേഴ്സ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കളർ മാറ്റാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് നമുക്ക് കളർ മാറ്റാൻ പറ്റും. ജസ്റ്റ് ഇപ്പോൾ ഒരു വയലറ്റ് വയ്ക്കാം. അപ്പോൾ നമ്മളത് ജസ്റ്റ് വയലറ്റ് കളറാക്കിയിട്ട് അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള കളറാക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ വൈറ്റാണ് നമ്മുടെ. അത് ജസ്റ്റ് നമുക്കൊരു എന്താ പറയുക വാൾപേപ്പറും കൂടി ഒന്ന് സെറ്റ് ആക്കണം. അപ്പോൾ ഒരു അത്യാവശ്യം അടിപൊളി ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ തൽക്കാലം നമ്മുടെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ സംഭവങ്ങളിലൊക്കെ ഇതിൽ കാണുന്ന പ്രൊഡക്ട്സിൻ്റെ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വേറെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് അതൊക്കെ എല്ലാം വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്രത്തോളമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഇവിടെ. പിന്നെ നിങ്ങൾ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുത്താം. ഒരു വീഡിയോ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.